അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 1-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകം മുതൽ 24 കൂടിയുള്ള 12 ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ധർമ്മപുത്രൗ മഹാത്മാനൗ തപശ്ചേരതുരുത്തമം യൗ മുനി ബഹുവർഷാണി പുണ്യേ ബദരികാശ്രമേ നിരാഹാരൗ ജിതാത്മാനൗ നിസ്പൃഹൗ ജിതഷഡ്ഗുണൗ വിഷ്ണോരംശൗ ജഗൽസ്ഥേമ്നേ തപശ്ചേരതുരുത്തമം തയോരംശാവതാരൗ ഹി ജിഷ്ണുകൃഷ്ണൗ മഹാബലൗ പ്രസിദ്ധൗ മുനിഭി പ്രോക്തൗ സർവജ്ഞൈർനാരദാദിഭി വിദ്യമാന ശരീരൗ തൗ കഥം ദേഹാന്തരം ഗതൗ നരനാരായണൗ ദേവൗ പുനഃ കൃഷ്ണാർജുനൗ കഥം യൗ ചക്രതുസ്തപശ്ചോഗ്രം മുക്ത്യർത്ഥം മുനിസത്തമൗ തൗ കഥം പ്രാപതുർദേഹൗ പ്രാപ്തയോഗൗ മഹാതപൗ ശൂദ്ര സ്വധർമ്മനിഷ്ഠസ്തു ദേഹാന്തേ ക്ഷത്രിയസ്തു സ ശുഭാചാരോ മൃതോ യോ വൈ സശൂദ്രോ ബ്രാഹ്മണോ ഭവേൽ ബ്രാഹ്മണോ നിസ്പൃഹ ശാന്തോ
ഭവരോഗാദ്വിമുച്യത്തെ വിപരീതമിദം ഭാതി നരനാരായണൗ ച തൗ തപസാ ശോഷിതാത്മാനൗ ക്ഷത്രിയൗ തൗ ബഭൂവതു കേന തൗ കർമ്മണാ ശാന്തൗ ജാതൗ ശാപേന വാ പുനഃ ബ്രാഹ്മണൗ ക്ഷത്രിയൗ ജാതൗ കാരണം തന്മുനേ വദ യാദവാനാം വിനാശശ്ച ബ്രഹ്മശാപാദിതി ശ്രുത കൃഷ്ണസ്യാപി ഹി ഗാന്ധാര്യാ ശാപേനൈവ കുലക്ഷയാ പ്രദ്യുമ്നഹരണം ചൈവ ശംബരേണ കഥം കൃതം വർത്തമാനേ വാസുദേവേ ദേവദേവേ ജനാർദ്ദനേ പുത്രസ്യ സൂതികാഗേഹാദ്ധരണം ചാതി ദുർഘടം ദ്വാരകാ ദുർഗമധ്യാദ്വൈ ഹരിവേഷ്മദുരത്യയാൽ ന ജ്ഞാതം വാസുദേവേന തൽക്കഥം ദിവ്യചക്ഷുഷാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ചതുർത്ഥസ്കന്ധം 1-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകം മുതൽ 24 കൂടിയുള്ള ശ്ലോകങ്ങളെ ഭാഷാഗാനമായി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭഗവതിയുടെ ചരണയുഗ്മങ്ങളിൽ സാദരം സവിനയം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ധർമ്മപുത്രന്മാരാമവർ മഹാത്മാക്കൾ പല വർഷം ബദരിയിലുത്തമമാം തപസ്സു ചെയ്തു. ആഹാരം വെടിഞ്ഞും മനം നിയന്ത്രിച്ചും നിഷ്കാമരായി വിഷ്ണുംശരാമവർ ലോകഹിതാർത്ഥമായി. അർജുനനും ശ്രീകൃഷ്ണനും നരനാരായണന്മാർ താൻ അവതാരമെന്നു നാരദാദികൾ പാടി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. നരനാരായണന്മാരോ സശരീരികളാണല്ലോ. കൃഷ്ണാർജുനന്മാരായവർ തീർന്നതെങ്ങിനെ? മുക്തിക്കായി ഉഗ്രതപം ചെയ്തവരോ യോഗനില നേടി വീണ്ടും ശരീരമെടുത്തതെങ്ങിനെ? സ്വധർമ്മനിരതൻ ശൂദ്രൻ മരിച്ചാൽ ക്ഷത്രിയനാകും. ആചാരവിരുദ്ധനായാൽ ആചാര്യവിശുദ്ധനായാൽ ബ്രാഹ്മണനാകും. അനാസക്തൻ ശാന്തൻ വിപ്രൻ സംസാരമുക്തനായിടും. നരനാരായണന്മാരോ വിപരീതം താൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം.
തപത്താലെ മനോനാശം വന്ന അവർ രണ്ടുപേരും ക്ഷത്രിയന്മാരായി പിറന്നു. അത്ഭുതം തന്നെ. ചിത്തവൃത്തിയടങ്ങിയ രണ്ടുപേരും ഏതു കർമ്മം കൊണ്ടു ജന്മം എടുത്തതും ശാപം മൂലമോ. ബ്രാഹ്മണർ ക്ഷത്രിയരായി ജനിക്കാൻ കാരണമെന്ത്? യാദവനാശം വിപ്രശാപത്താൽ കേട്ടു ഞാൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കൃഷ്ണവംശം നശിച്ചതു ഗാന്ധാരി തൻ ശാപത്താലെ. ശംബരൻ പ്രദ്യുമ്നനെ അപഹരിച്ചതും ദേവദേവൻ വാസുദേവൻ ജീവിച്ചിരിക്കവേ പുത്രൻ അപഹരിക്കപ്പെട്ടതും അത്ഭുതം തന്നെ. ദ്വാരകയിൽ നിന്നും പുത്രൻ അപഹരിക്കപ്പെട്ടതു. ദ്വാരകയിൽ നിന്നു പുത്രൻ അപഹരിക്കപ്പെട്ടതു. ദിവ്യചക്ഷുസായ ദേവൻ അറിഞ്ഞതില്ലേ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, അമ്മേ ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. ശ്രീ ജഗദംബികായൈ നമഃ. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി ആസ്വദിച്ചു തുടങ്ങിയിട്ട് ഇന്ന് 320ാമത്തെ ദിവസം. ശ്രീമദ് ദേവി ഭാഗവതം ചതുർത്ഥ സ്കന്ധത്തിൽ 13ാമത്തെ ശ്ലോകം മുതൽ 24 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. അതാണ് നമ്മൾ നേരത്തെ പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടി സമർപ്പിച്ചതും. അതിനെ പ്രഭാഷണ രൂപത്തിൽ കൂടി അനുസ്മരിക്കുകയാണ് നമ്മൾ ഇന്ന്. അപ്പോൾ ഇവിടെ 13ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, നരനാരായണന്മാര് പുരാണപുരുഷന്മാരാണ്, ഋഷിശ്രേഷ്ഠന്മാരാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തി. അവർ തന്നെ ആ ധർമ്മപുത്രവും മഹാത്മാനവും, ധർമ്മന്റെ പുത്രന്മാരും മഹാത്മാക്കളുമായിട്ടുള്ള ആ രണ്ടുപേരും, യൗ മുനി, 2 മുനിമാരും, ബഹുവർഷാണി പുണ്യേ ബദരികാശ്രമേ,
പുണ്യം നിറഞ്ഞ ബദരിയാശ്രമത്തിൽ നിരവധി വർഷം തപശ്ചേരതുരുത്തമം, തപസ്, ഉത്തമമായിരിക്കുന്ന തപസ് അവർ ചെയ്തു ഈ നരനാരായണന്മാര്. എന്താ ഉത്തമമായ തപസ്സിന്റെ പ്രത്യേകത? നിരാഹാരവും ജിതാത്മാനവും നിസ്പൃഹവും ജിതഷഡ്ഗുണവും, ആഹാരം വെടിഞ്ഞ് നിരാഹാരികളായി മനസ്സിനെ നിയന്ത്രിച്ച് ഒന്നിലും ആഗ്രഹമില്ലാതെ, ജിതാത്മാനവും നിസ്പൃഹവും, സ്പൃഹയില്ലാതെ ആഗ്രഹമില്ലാതെ, ജിതഷഡ്ഗുണവും ഷഡ്ഗുണങ്ങളെ ജയിച്ച്, എന്തൊക്കെയാണ്? കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, ഇതിനെയൊക്കെ ജയിച്ച് വിഷ്ണോരംശോ ജഗൽസ്ഥേമ്നെ, വിഷ്ണുവംശഭൂതരായിരിക്കുന്ന അവർ ഈ ലോകത്തിൻ്റെ ഗുണത്തിനു വേണ്ടി, ലോകത്തിൻ്റെ മംഗളത്തിനു വേണ്ടി അവര് ആ വേണ്ട രീതിയിൽ തപശ്ചേരതുരുത്തമം, അപ്പോൾ ഉത്തമമായ തപസ് അവര് ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെ പറയുകയാണ്, തയോരംശാവതാരൗ ഹി ജിഷ്ണു കൃഷ്ണൗ മഹാബലൗ പ്രസിദ്ധവും മുനിഭിപ്രോക്തവും സർവജ്ഞൈർ നാരദാദിഭി. അങ്ങനെ ആ മഹാബലവാന്മാരായി പ്രവർത്തിക്കപ്പെടുന്ന ജിഷ്ണുവും കൃഷ്ണനും അർജുനനും അതേപോലെ തന്നെ ശ്രീകൃഷ്ണനും ആ നരനാരായണന്മാരുടെ അംശാവതാരങ്ങളാണ്. തയോരംശാവതാരൗഹി എന്ന് സർവജ്ഞന്മാരായിരിക്കുന്ന പ്രസിദ്ധന്മാരായിരിക്കുന്ന ആ നാരദാദി ഋഷീശ്വരന്മാര് പറഞ്ഞിട്ടുണ്ട്. വിദ്യമാന ശരീരൗതൗ കഥം ദേഹാന്തരം ഗതൗ. ആ നരനാരായണന്മാര് ശരീരമുള്ള ആളുകളാണ്. അപ്പൊ സശരീരികളായിരിക്കുന്ന അവർക്ക് എങ്ങനെ ആ നരനാരായണന്മാർക്ക് ദേവവും പുനഃ കൃഷ്ണാർജുനവും കഥം, ആ നരനാരായണ ദേവന്മാർക്ക് എങ്ങനെയാണ് കൃഷ്ണാർജുനന്മാരായി മറ്റൊരു ശരീരം കൈക്കൊള്ളാൻ സാധിച്ചത്? ഒരു ജീവന് ഒരു ദേഹത്തിലേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെ ഇവര് നരനാരായണന്മാര് അവരിയ്ക്കുമ്പോൾ തന്നെ, അവർ സശരീരികളായിരിക്കുമ്പോൾ തന്നെ കൃഷ്ണാർജുനന്മാരായി മാറി, അല്ലെങ്കിൽ ജിഷ്ണുവും കൃഷ്ണനുമായി മാറി. യൗ ചക്രതുസ്തപശ്ചോഗ്രം മുക്ത്യർത്ഥം മുനിസത്തമോ. മുക്തിക്ക് വേണ്ടി ഏതു മുനിസത്തമന്മാരാണോ ഉഗ്രമായ തപസ് ചെയ്തതും ആ മഹാതപസ്സുകൊണ്ട് തൗ കഥം പ്രാപതുർദേഹവും പ്രാപ്തയോഗവും മഹാതപവും, ആ മഹാതപസ്സുകൊണ്ട് യോഗനില പ്രാപിച്ചതും അവർ വീണ്ടും ശരീരമെടുത്തത് എങ്ങനെ? അതാണ് സംശയം. സാധാരണ രീതിയിൽ ശൂദ്ര സ്വധർമ്മനിഷ്ഠസ്തു ദേഹാന്തേ ക്ഷത്രിയസ്തു സ ശുഭാചാരോ മൃതോ യോ വൈ സശൂദ്രോ ബ്രാഹ്മണോ ഭവേ. സ്വധർമ്മനിരതനായിരിക്കുന്ന, സ്വധർമ്മനിഷ്ഠസ്തു ശൂദ്ര, സ്വധർമ്മനിരതനായിരിക്കുന്ന ശൂദ്രൻ മരിച്ചാൽ ക്ഷത്രിയനായിട്ട് മാറും. അതേപോലെ തന്നെ ശുഭാചാരോ, ആചാരവിശുദ്ധനായിരിക്കുന്ന ഒരു ശൂദ്രൻ മരിച്ചാൽ അയാൾ ബ്രാഹ്മണനായും ജനിക്കും. ഇപ്പൊ ബ്രാഹ്മണോ നിസ്പൃഹ ശാന്തോ ഭവരോഗാദ് വിമുച്യത്തെ. അനാസക്തനായി ശാന്തനായ ബ്രാഹ്മണൻ സംസാര രോഗത്തിൽ നിന്ന്, ഭവരോഗത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നു. അപ്പോ വിപരീതമിതം ഭാതി നരനാരായണോചതോ. ആ നരനാരായണന്മാരെ സംബന്ധിച്ച് ഇത് നേരെ വിപരീതമായിട്ടാണല്ലോ. അവർ ഈ തപസ്സൊക്കെ ചെയ്തിട്ട് വീണ്ടും എന്തുകൊണ്ട് അവർക്ക് മനുഷ്യന്മാരായി പിറക്കേണ്ടി വന്നു എന്നുള്ള സംശയം. തപസാ ശോഷിതാത്മാനോ ക്ഷത്രിയൗ തൗ ബഭൂവതു കേന തൗ കർമ്മണ ശാന്തൗ ജാതൗ ശാപേന വാ പുനഃ. തപസ്സുകൊണ്ട് മനോനാശം വന്നവർ രണ്ടുപേരും വീണ്ടും ക്ഷത്രിയന്മാരായി ജനിച്ചു. ചിത്തവൃത്തികൾ അടങ്ങിയ അവർ രണ്ടുപേരും എന്തു കർമ്മം ചെയ്തിട്ടാണ്? കേനതൗ കർമ്മണ ശാന്തൗ ജാതൗ ശാപേന വാ പുനഃ. അവർ വീണ്ടും ജനിച്ചത് എന്ത് കർമ്മം ചെയ്തിട്ടാണ്? അതല്ലെങ്കിൽ എന്തെങ്കിലും ശാപം മൂലമാണോ അവർക്ക് ഇങ്ങനെ പിറക്കേണ്ടി വന്നത്? ബ്രാഹ്മണവും ക്ഷത്രിയവും ജാതവും കാരണം തന്മുനേ വധ. ബ്രാഹ്മണൻ ക്ഷത്രിയരായി ജനിക്കാൻ എന്താണ് കാരണം? യാദവാനാം വിനാശശ്ച ബ്രഹ്മശാപാതിശ്രുത. യാദവന്മാരുടെ വിനാശവും ബ്രാഹ്മണശാപം കൊണ്ട്, വിപ്രശാപം കൊണ്ടാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വല്ല ശാപവും ഈ നരനാരായണന്മാർക്ക് ഉണ്ടായോ?
അതുകൊണ്ടാണോ അവർ ജിഷ്ണുവും കൃഷ്ണനുമായി പിറക്കേണ്ടി വന്നത് ക്ഷത്രിയന്മാരായി? കൃഷ്ണസ്യാപീഹി ഗാന്ധാര്യ ശാപേനൈവ കുലക്ഷയ. കൃഷ്ണന്റെ വംശം നശിച്ചത് ഗാന്ധാരിയുടെ ശാപം കൊണ്ടാണ്. അതും കേട്ടിട്ടുണ്ട്. പ്രദ്യുമ്നഹരണം ചെയ്യുക ശമ്പരേണ കഥം കൃതം. മറ്റൊരു സംശയം എന്താന്ന് വെച്ചാൽ, ശമ്പരൻ ആ രുക്മിണിയുടെ ഈറ്റില്ലത്തിൽ നിന്ന്, പ്രസവമുറിയിൽ നിന്ന് പ്രദ്യുമ്നനെ അപഹരിച്ചു. എങ്ങനെയാ സാധിക്കണത്? വർത്തമാനെ വാസുദേവേ ദേവദേവേ ജനാർദ്ദനെ, അല്ലേ? ദേവദേവനായ ജനാർദ്ദനായ വാസുദേവൻ വർത്തമാനെ ജീവിച്ചിരിക്കുമ്പോ, വർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ പുത്രസ്യ സൂതികാഗേഹാധരണം ചാതി ദുർഘടം. പുത്രനെ ആ സൂതികാഗൃഹത്തിൽ നിന്ന്, പ്രസവമുറിയിൽ നിന്ന് അപഹരിക്കുക എന്ന് പറഞ്ഞാൽ അതിദുർഘടമായിട്ടുള്ള, അസാധ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതെങ്ങനെ സംഭവിച്ചു? ദ്വാരകാ ദുർഗമധ്യാദ്വൈ ഹരിവേഷ്മാ ദുരത്തിയാൽ നജ്ഞാതം വാസുദേവേന തൽക്കഥം ദിവ്യചക്ഷുഷ. ദ്വാരകാ ദുർഗം, ദ്വാരകയിലെ കടക്കാനാവാത്ത കോട്ടയ്ക്കുള്ളിൽ, അതിൻ്റെ ആ നടുവിൽ ഹരിയുടെ ഗൃഹത്തിൽ നിന്ന്, ഹരിവേഷ്മാത് ദുരത്യയാൽ ആ ശിശുവിനെ അപഹരിക്കുക. അത് ദിവ്യചക്ഷുസായിരിക്കുന്ന വാസുദേവൻ, എല്ലാം അറിയുന്ന ആ ഹരി നാരായണൻ എന്തുകൊണ്ട് അറിഞ്ഞില്ല? നജ്ഞാതം, എന്തുകൊണ്ട് അറിഞ്ഞില്ല? അപ്പോ അത് വലിയ സംശയത്തിന് കാരണമാണ്. ഈ കാര്യങ്ങളിലൊക്കെ വേണ്ട ഉപദേശങ്ങൾ തന്ന് എൻ്റെ സംശയത്തെ ഇല്ലാതെയാക്കണേ എന്ന് ഇവിടെ പ്രാർത്ഥിക്കുകയാണ് വേദവ്യാസന്റെ അടുത്ത് ജനമേജയൻ. ജനമേജയന്റെ സംശയങ്ങൾ വീണ്ടും തുടരുന്നു. അങ്ങനെയുള്ള സംശയങ്ങൾ 25-ാമത്തെ ശ്ലോകം മുതൽ 36 കൂടിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് നാളെയും, 37 മുതൽ 48 കൂടിയുള്ള 12 ശ്ലോകങ്ങൾ മറ്റന്നാളും അനുസ്മരിക്കാം. അതോടുകൂടി ജനമേജയന്റെ സംശയമാകുന്ന ചോദ്യങ്ങൾ അവസാനിക്കും. പിന്നീട് വേദവ്യാസൻ അതിന് നൽകുന്ന മറുപടികളാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക. ഇപ്പൊ നിർത്തുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു.
കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ, അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.